Hello everyone. In this video we are going to discussing about the topic is finite difference method. First of all, എന്താണ് finite difference? നമ്മുടെ അടുത്ത് കുറച്ച് സെറ്റ് ഓഫ് ഡാറ്റാസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് x0, x1, x2, എക്സെട്ര xn. ആൻഡ് y വാല്യൂസ് ആർ y1, y2, y3, എക്സെട്ര yn. ഫൈനൈറ്റ് ഡിഫറൻസ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ y1 മൈനസ് y0. y1ൻ്റെയും y0യുടെ ഇടയിലുള്ള ഡിഫറൻസിനെയാണ് ഫൈനൈറ്റ് ഡിഫറൻസ് എന്ന് മീൻ ചെയ്യുന്നത്. നമ്മളിവിടെ 3 ടൈപ്പ് ഓഫ് ഡിഫറൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫോർവേഡ് ഡിഫറൻസസ്, ബാക്ക്വേർഡ് ഡിഫറൻസസ് ആൻഡ് സെൻട്രൽ ഡിഫറൻസസ്. Then assume that we have a table of values xi, yi where I equal to 0, 1, 2, etc. to n of any function y equal to f of x. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ദ വാല്യൂ ഓഫ് എക്സ് ബീങ് ഈക്വലി സ്പേസ്ഡ്. അതായത് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴെന്ന് വെച്ചാൽ എക്സ് വാല്യൂസ് എല്ലാം ഈക്വലി സ്പേസ്ഡ് ആവുന്ന സമയത്താണ്. ദാറ്റ് ഈസ് എക്സ് ഐ ഈക്വൽ ടു x0 പ്ലസ് ഐ എച്ച് വേർ ഐ ഈക്വൽ ടു 0, 1, 2, എക്സെട്ര ടു എൻ. ഈ എച്ചിനെയാണ് ഇവിടെ എക്സ് ഐ ഈക്വൽ ടു x0 പ്ലസ് ഐ എച്ച് പറഞ്ഞല്ലോ. ഇവിടുത്തെ എച്ചിനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ x0 മൈനസ് x1 ഓർ x1 മൈനസ് x2 എന്ന് പറയുന്നത്. അതായത് എക്സ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എച്ച്. And they have the condition is x0 greater than or equal to x greater than or equal to xn. ഇനി ഫോർവേഡ് ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. അസ്യൂം ദാറ്റ് വി ഹാവ് എ ടേബിൾ ഓഫ് വാല്യൂസ് എക്സ് ഐ വൈ എ ഓഫ് എനി ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമ്മളിവിടെ ഓൾ വാല്യൂസ് ഓഫ് വൈ കൺസിഡർ ചെയ്യുകയാണ്. ദെൻ y1 മൈനസ് y0 എന്നതൊരു ഡിഫറൻസ് ആണ്. അതുപോലെ y2 മൈനസ് y1 എന്നത് മറ്റൊരു ഡിഫറൻസ് ആണ്. എക്സെട്ര അപ് ടു yn മൈനസ് -1. ഇതിനെയാണ് നമ്മൾ ഡിഫറൻസസ് ഓഫ് y എന്ന് പറയുന്നത്. ഇനി ഈ ഡിഫറൻസിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെൽറ്റ y0, ഡെൽറ്റ y1, എക്സെട്ര അപ് ടു ഡെൽറ്റ yn. That is y1 minus y0 is denoted as delta y0, y2 minus y1 is denoted as delta y1, yn minus etc. yn minus yn minus 1 is denoted as delta yn minus 1. So we have delta y0 is equal to y1 minus y0, delta y1 is equal to y2 minus y1, എക്സെട്ര ഡെൽറ്റ yn ഈസ് ഈക്വൽ ടു yn മൈനസ് yn മൈനസ് 1. ഇതിൽ ഈ ഡെൽറ്റയാണ് നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡെൽറ്റ y0, ഡെൽറ്റ y1, എക്സെട്ര ഡെൽറ്റ yn ഈസ് കോൾഡ് ആസ് ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസസ്. The differences of first forward differences are called second forward differences. അതായത് y1 മൈനസ് y0 ഈക്വൽ ടു ഡെൽറ്റ y0 ആണ്. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0 എന്നെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്റേഴ്സ്. ആൻഡ് ദേ ആർ ഡിനോട്ടഡ് ബൈ ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ സ്ക്വയർ y1, എക്സെട്ര. ഈ രീതിയിൽ നമുക്ക് ഏത് ടേംസിൻ്റെയും ഫോർവേഡ് ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ഡെൽറ്റ സ്ക്വയർ y0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0, ദാറ്റ്സ് ഈക്വൽ ടു y2 മൈനസ് y1 മൈനസ് ഓഫ് y1 മൈനസ് y0 വിച്ച് ഈസ് ഈക്വൽ ടു y2 മൈനസ് 2y1 പ്ലസ് y0. ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ രീതിയിൽ തന്നെ തേർഡ് ഫോർവേഡ് ഡിഫറൻസസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൻ്റെ ഡിഫറൻസ് ആണ് തേർഡ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. അതായത് ഡെൽറ്റ ക്യൂബ് y0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ y1 മൈനസ് ഡെൽറ്റ സ്ക്വയർ y0, ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ y2 മൈനസ് ഡെൽറ്റ y1 മൈനസ് ഓഫ് ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0 which is equal to delta y2 minus 2 delta y1 plus delta y0, that's equal to y3 minus y2. അതായത് ഡെൽറ്റ y2 എന്ന് പറയുന്നത് y3 മൈനസ് y2 ആണ്. മൈനസ് 2 y2 മൈനസ് y1 പ്ലസ് y1 മൈനസ് y0 വിച്ച് ഇസ് ഈക്വൽ ടു y3 മൈനസ് 3 y2 പ്ലസ് 3 y1 മൈനസ് y0. ഇതുപോലെ തന്നെ നമുക്കിനി ഫോർത്ത് ഫോർവേഡ് ഡിഫറൻസ് കൂടെ കാണാം. തേർഡ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൻ്റെ ഡിഫറൻസിനെയാണ് ഫോർത്ത് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെൽ റൈസ് ടു 4 y0 ഈസ് ഈക്വൽ ടു ഡെൽ ക്യൂബ് y1 മൈനസ് ഡെൽ ക്യൂബ് y0. സോ ഈ രീതിയിൽ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓർ ഹയർ ഓർഡർ ഡിഫറൻസസ് പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്കിതിലെ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ എന്താണെന്ന് നോക്കാം. ഹിയർ ഈസ് ദി ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ഇവിടെ എക്സ് വാല്യൂസ്, വൈ വാല്യൂസ്, ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ, സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്ത് ഡിഫറൻസ് ഓപ്പറേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് x0, x1, x2, x3, x4, x5 ആൻഡ് x6. വൈ വാല്യൂസ് എന്ന് പറയുന്നത് y0, y1, y2, y3, y4, y5 ആൻഡ് y6. അങ്ങനെയാണ് ഇവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് y1 മൈനസ് y2, ദാറ്റ് ഈസ് ഡെൽറ്റ y0. Second one y2 minus y1, that is delta y1.
അങ്ങനെ ഡെൽറ്റ y2, ഡെൽറ്റ y3, ഡെൽറ്റ y4 ആൻഡ് ഡെൽറ്റ 5 ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ. ഇനി സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0 which is equal to delta square y0, then delta y2 minus delta y1 is equal to delta square y1, delta y3 minus delta y2 is equal to delta square y2, അങ്ങനെ ഡെൽറ്റ സ്ക്വയർ y3, ഡെൽറ്റ സ്ക്വയർ y4 ഇങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്റേഴ്സ് കിട്ടുന്നത്. ഇനി തേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റേഴ്സ് ആർ ഡെൽറ്റ ക്യൂബ് y0, ഡെൽറ്റ ക്യൂബ് y1, ഡെൽറ്റ ക്യൂബ് y2, ഡെൽറ്റ ക്യൂബ് y3. Fourth difference operators are delta raised to 4 y0, delta raised to 4 y1, delta raised to 4 y2. ഇങ്ങനെയാണ് നമുക്ക് ഫോർത്ത് ഡിഫറൻസ് ഓപ്പറേറ്റേഴ്സ് കിട്ടുന്നത്. ഇനി ഫിഫ്ത്ത് ഡിഫറൻസ് ഓപ്പറേറ്റേഴ്സ് ആർ ഡെൽറ്റ റേസ് ടു 5 y0, ഡെൽറ്റ റേസ് ടു 5 y1 ആൻഡ് ലാസ്റ്റ് ഡെൽറ്റ റേസ് ടു 6 y0 is the last or sixth difference operator. നെക്സ്റ്റ് ബാക്ക്വേർഡ് ഡിഫറൻസ്. എന്താണ് ബാക്ക്വേർഡ് ഡിഫറൻസ്? y1 minus y0, y2 minus y1, etc. yn minus yn minus 1 are called first backward difference and they are denoted by del y1, del y2, etc. del yn. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് del y1 is equal to y1 minus y0. എപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിഫറൻസ് എന്താണ്? y1 മൈനസ് y0 ആണ്. പക്ഷേ അക്കോർഡിംഗ് ടു ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ y1 മൈനസ് y0 ഈസ് നോട്ട് ഡെൽറ്റ y0, ഇറ്റ് ഈസ് ഓൺലി del y1. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൽ y1 മൈനസ് y0 എന്നത് ഡെൽറ്റ y0 ആയിരുന്നു. പക്ഷേ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൽ y1 മൈനസ് y0 എന്നത് del y1 ആണ്. സോ del y1 is equal to y1 minus y0, del y2 is equal to y2 minus y1, etc. del yn is equal to yn minus yn minus 1 and this del is called backward difference operator. In a similar way നമുക്ക് ഹയർ ഓർഡർ ഡിഫറൻസസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഡെൽ സ്ക്വയർ y2 is equal to del y2 minus del y1 is equal to y2 minus y1 minus of y1 minus y0, that is equal to y2 minus 2y1 plus y0. Then del cube y3 is equal to del square y3 minus del square y2 which is equal to y3 minus 3y2 plus 3y1 plus y0. ഇനി ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ എന്താണെന്ന് നോക്കാം. ഹിയർ ഇസ് ദി ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെൽ ഡിഫറൻസ് ഓപ്പറേറ്റേഴ്സും തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് x0, x1, x2, x3 അപ് ടു x6. വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് y0, y1, y2, etc. up to y6. And first del operators are del y1, del y2, del y3, del y4, del y5, del y6. Then second difference operators are del square y2, del square y3, del square y4, del square y5 and del square y6. Then third difference operators are del cube y3, del cube y4, del cube y5 and del cube y6. Fourth difference operators are del raised to 4 y4, del raised to 4 y5, del raised to 4 y6. Then fifth difference operators are del raised to 5 y5, del raised to 5 y6. And last sixth difference operator is del raised to 6 y6. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്ററിനെ കുറിച്ചാണ്. സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്റർ ഈസ് ഡിനോട്ടഡ് ആസ് ക്രോണക്കൽ ഡെൽറ്റ. That is difference is given by y1 minus y0 is equal to chronicle delta y1 by 2, y2 minus y1 is equal to chronicle delta y3 by 2, etc. yn minus yn minus 1 is equal to chronicle delta yn minus 1 by 2. Similarly, higher order central differences can be defined. ഇനി സെൻട്രൽ ഡിഫറൻസ് ടേബിൾ എന്താണെന്ന് നോക്കാം. നേരത്തെ തന്ന ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൻ്റെയും അതുപോലെ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൻ്റെ ടേബിൾ പോലെ തന്നെയാണ് ഇതും. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസ് ഓപ്പറേറ്റേഴ്സ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂസ് x0, x1, x2, x3, x4, x5 ആൻഡ് x6. വൈയുടെ വാല്യൂസ് y0, y1, y2, y3, y4, y5 ആൻഡ് y6. ഇനി ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് del y 1 by 2, del y 3 by 2, del y 5 by 2, del y 7 by 2, del y 9 by 2 and del y 11 by 2. സെക്കൻഡ് ഓപ്പറേറ്റർ ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് del square y1, del square y2, del square y3, del square y4, del square y5. തേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ del cube y3 by 2, del cube y 5 by 2, del cube y 7 by 2, del cube y 9 by 2 ആണ്. ഇനി ഫോർത്ത് ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡെൽ ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡെൽ റേസ് ടു 4 y2, ഡെൽ റേസ് ടു 4 y3, ഡെൽ റേസ് ടു 4 y4. ഫിഫ്ത്ത് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡെൽ റേസ് ടു 5 y 5 by 2,
del raised to 5 y 7/2 ആൻഡ് ലാസ്റ്റ് സിക്സ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് del raised to 6 y3. Comparing the forward and backward difference table, it is clear that delta y0 is equal to del y1 is equal to chronicle delta y 1/2. അതായത് ഡെൽറ്റ വൈയുടെ സെയിം പ്ലേസിലാണ് del y1 വരുന്നത്. ആ സെയിം പ്ലേസിൽ തന്നെയാണ് സെൻട്രൽ ഡിഫറൻസ് ടേബിളിലെ ടേമായ ഡെൽറ്റ ക്രോണിക്കൽ ഡെൽറ്റ 1/2യും വരുന്നത്. ആൻഡ് ആൾസോ delta cube y2 is equal to del cube y5 that's equal to delta cube 7/2 y 7/2. അപ്പോൾ ഇതാണ് ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ്. ഇതിൽ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ്, ഫോർവേഡ് ഡിഫറൻസ് ആൻഡ് സെൻട്രൽ ഡിഫറൻസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇവ മൂന്നിൻ്റെയും ടേബിൾസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.